ജമാഅത്തെ ഇസ്ലാമി വിവാദത്തിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് എ കെ ബാലൻ. മാപ്പ് പറയില്ല, പാർട്ടി പറഞ്ഞാൽ മാത്രം തിരുത്തും. വിവാദം പ്രതിപക്ഷ നേതാവുണ്ടാക്കിയതാണെന്നും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തെ വളച്ചൊടുക്കിയായിരുന്നുവെന്നും ബാലൻ പറഞ്ഞു. ഖുർആൻ ഉയർത്തിപ്പിടിച്ചായിരുന്നു ബാലന്റെ വാർത്താസമ്മേളനം. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തിയായിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാൾ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരുമാറാടും രണ്ടാമാറാടും എന്നല്ല ഉണ്ടാവും. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങൾ വഴി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ്. പിന്നീട് പ്രതിപക്ഷ നേതാവ് വിവാദമാക്കി. മാറാട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് വർഗീയ ധ്രുവീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് എന്ന വ്യാപക പ്രചരണം നടത്തി. ജമാഅത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെൻറ്റിനെ ജമാഅത്തെ, എൻ്റെ വാക്കതാണ്, സ്വാധീനിക്കും. ജമാഅത്തെ ഭരിക്കുമെന്നോ അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അസംബന്ധം എന്ന് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ എ കെ ബാലൻ ആവർത്തിക്കുന്നത്. അതേസമയം ഈ കോടതി നോട്ടീസ്, ജമാഅത്തെ ഇസ്ലാമി നൽകിയിരിക്കുന്ന നോട്ടീസിൽ മാപ്പ് പറയില്ല എന്നുകൂടിയാണ് വിശദീകരിക്കുന്നത്. എന്താണ് എ കെ ബാലൻ പറയുന്നത്? സ്മൃതി, ഈ ഖുർആന്റെ പരിഭാഷയും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു എ കെ ബാലൻ ഈ പത്രസമ്മേളനത്തിൽ വന്ന് ഇരിക്കുകയും ചെയ്തത്. തനിക്കൊപ്പം പാർട്ടിയും പാർട്ടി നേതാക്കളുമുണ്ട്. തന്റെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ മറ്റ് അറിയപ്പെടുന്ന മുസ്ലിം സംഘടനകൾക്ക് പോലും വിമർശനമില്ല. അപ്പോഴും കോൺഗ്രസ് ഇതൊരു വിമർശനമാക്കി എടുക്കുന്നത് താനൊരു ന്യൂനപക്ഷ വിരുദ്ധ മനസ്സിന്റെ ഉടമയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പിന്തുണയോടുകൂടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് താൻ പറഞ്ഞത്. മാറാട് താൻ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് മാറാട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും താൻ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു വക്കീൽ നോട്ടീസ് തനിക്ക് അയച്ചിട്ടുണ്ട്, അതിൽ മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. പക്ഷേ തന്റെ ജീവിതാവസാനം വരെ അത്തരത്തിലൊരു മാപ്പ് താൻ ഒരിക്കലും പറയില്ല. 1 കോടി രൂപ തന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.